ഹായ് ഹലോ, രാജീവ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വലിയ സ്വാഗതം. മക്കളെ, കഠിനമായ കാര്യങ്ങളായിരിക്കാം, നമ്മൾ ഈ ഒരുപാട് വിഷമുള്ള കാര്യങ്ങളായിരിക്കാം, നമ്മളുടെ ആഗ്രഹം നടക്കില്ല നമുക്ക് തന്നെ ബോധ്യമുള്ള കാര്യമായിരിക്കും. എങ്കിലും നിങ്ങൾ ശിവക്ഷേത്രത്തിൽ പോയിട്ട് ഈ രണ്ട് വഴിപാട് ഒരുമിച്ചൊന്ന് ചെയ്തു നോക്ക്. നിങ്ങളുടെ വിധി തന്നെ മാറ്റി എഴുതും നമ്മളെ ശിവഭഗവാൻ. അത് അമ്മയ്ക്ക് ഒരു അനുഭവം കൊണ്ട് പറയാനുണ്ടോ. ഇതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം എന്ന് അമ്മയ്ക്ക് ഒരു പ്രത്യേക ഒരു കാര്യമാണത്. നിങ്ങൾ ഇതൊക്കെ ചെയ്തു നോക്കണം. അമ്മയ്ക്ക് ഇത് അനുഭവം കൊണ്ട് പറയാണ്. അതുകൊണ്ട് ഇതാരും മറക്കരുത് കേട്ടോ, ഈ വഴിപാട് ചെയ്യാനായിട്ട്. മക്കളെ, ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മള് വഴിപാടുകളൊക്കെ കഴിക്കുന്നുണ്ടാവും. ഏത് വഴിപാടാ കഴിക്കേണ്ടതെന്ന് എല്ലാവർക്കും ശരിക്കും നിശ്ചയില്ല കേട്ടോ. അപ്പൊ അങ്ങനെ എനിക്കൊരു കാര്യം നടക്കണം എന്ന് അത്യാഗ്രഹം തന്നെ, എൻ്റെ ഒരു അത്യാഗ്രഹം എന്ന് വിചാരിച്ചോളൂ. അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. നടക്കില്ല എന്ന് എനിക്ക് നല്ല ബോധ്യം ഉണ്ടേനി, ഒരു അത്യാഗ്രഹമാണല്ലോ. അങ്ങനെ ഞാൻ വിഷമിച്ചിട്ട് അമ്പലത്തിലേക്ക് പോയതാണ്. അപ്പോൾ ഞാന് ശിവന്റെ അമ്പലത്തിലേക്ക് പോയതാണ്. അപ്പൊ ഇങ്ങനെ തിരുമേനിയോട് ഞാൻ അങ്ങനെ വർത്താനം പറയുകയാണ്. അപ്പൊ തിരുമേനിയോട് ഞാൻ തന്നെ പറഞ്ഞു കേട്ടോ, തിരുമേനി നടക്കൊന്നുമില്ല, വെറുതെ ഞാനിങ്ങനെ അമ്പലത്തിൽ കയറി ഇറങ്ങണേ ഉള്ളൂ. അപ്പൊ തിരുമേനി പറഞ്ഞു, എന്ത് വഴിപാടാ കഴിക്കണ്ടേ ചോദിച്ചു എന്നോടേ. അപ്പക്ക് വഴിപാട് കഴിക്കാൻ പറയാ അറിയുന്നില്ലേ, എന്താ കഴിക്കേണ്ടതെന്ന് അറിയില്ല, ശിവഭഗവാൻ ഒരു വഴിപാട് കഴിക്കുക അത്രേ ഉള്ളൂ പറഞ്ഞു. അപ്പൊ അവിടുത്തെ തിരുമേനി എന്നോട് പറഞ്ഞു തരാണേ. അപ്പൊ തിരുമേനിയാണ് എനിക്ക് പറഞ്ഞു കേട്ടോ. അപ്പൊ ഒരു കാര്യമുണ്ട് ചേച്ചി, നമ്മൾക്ക് എന്ത് വഴിപാടാണ് കഴിക്കണം നല്ല അറിവ് വേണം. എന്തെങ്കിലും കഴിച്ചു പോയാൽ ഭഗവാൻ അത് ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. അപ്പൊ നിങ്ങളുടെ ആഗ്രഹം നടക്കണം, കഠിനമാണ് അത് എന്നുണ്ടെങ്കിൽ, നടക്കില്ല എന്ന് നിങ്ങൾക്ക് എത്ര ബോധ്യം ഉണ്ടെങ്കിലും വിധി മാറ്റാൻ നമ്മളെ ഭഗവാന് കഴിയുന്ന പറഞ്ഞെന്ന തിരുമേനി. അത് പറയുമ്പോ എനിക്ക് തന്നെ ദേഹം പൊട്ടിത്തെറിക്കുന്നു കേട്ടോ. അപ്പൊ പിന്നെ എനിക്ക് സംശയമൊന്നും തോന്നിയില്ല. കാരണം തിരുമേനി ഒരു മഹാവ്യക്തിയാണല്ലോ അത് പറയുന്നത്. അവിടുത്തെ തിരുമേനി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാലമായിട്ട് ഭഗവാനെ പൂജിച്ചുകൊണ്ട് കിടക്കുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സംശയമൊന്നും വേണ്ട കേട്ടോ. പിന്നെ എനിക്ക് സംശയമൊന്നും ഉണ്ടായില്ല. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, എന്താ തിരുമേനി ഞാൻ കഴിക്കേണ്ട, എൻ്റെ അടുത്ത് തോനെ പൈസ ഒന്നുമില്ല പറഞ്ഞു ഞാന്. അപ്പൊ തിരുമേനി എന്നോട് പറഞ്ഞു, ആരാധന അധികം പൈസ ഒന്നും ചെലവില്ല, കുറച്ച് പൈസ ചെലവുള്ളൂ. അപ്പൊ ഞാൻ എന്താ കഴിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോ തിരുമേനി പറഞ്ഞു, നമ്മളെ ശിവഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണെന്നറിയോ, കൂവളത്തില കൊണ്ടൊരു മാല. അതാണ് ശിവഭഗവാന് ഏറ്റവും ഇഷ്ടം. അത് നിങ്ങളൊന്ന് കഴിക്കണം. പിന്നെ നമ്മളുടെ ദേവി സങ്കല്പാണ് പിൻവിളക്ക്. ശിവഭഗവാന്റെ പിന്നിൽ നമുക്കിങ്ങനെ പിൻവിളക്ക് തെളിയിക്കുക നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അത് നമ്മളെ ദേവി സങ്കല്പാണ്. അപ്പൊ ഭഗവതിയെ നമ്മൾ ഒപ്പം ഓർക്കണം. കാരണം ശിവശക്തി സംഗമത്തുനിന്നാണ് അത്രയും നമ്മളെ ഈ ഭൂമി തന്നെ നിലനിൽക്കണത്. അവരുടെ സംഗമം കാരനാണ് നമ്മളെ ഭൂമി തന്നെ നിലനിൽക്കണത്. അപ്പൊ അവർക്ക് രണ്ടുപേർക്കും കൂടി നമ്മൾ എന്ത് വഴിപാടും കഴിക്കണം എന്നുള്ളതാണ് അത്രേ. അപ്പൊ അങ്ങനെയാകുമ്പോ ഏത് നമുക്ക് സാധിക്കില്ല എന്ന് നമ്മൾ വിചാരിച്ച കാര്യം പോലും സാധിക്കാൻ വിധിയെ മാറ്റിമറിക്കുന്നുള്ളതാണ് ആ വഴിപാടിന്റെ. അതെനിക്ക് മനസ്സിലായ കാര്യമാണ്. അപ്പൊ ഈ രണ്ട് വഴിപാടും കൂടി നമ്മൾ ശിവന്റെ അമ്പലത്തിൽ പോയി കഴിക്കണം എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മൾ കഴിക്കാൻ പോകുമ്പോൾ നമ്മൾ കുറച്ച് വ്രതശുദ്ധിയോട് കൂടിയൊക്കെ പോകണം. കാരണം നമ്മള് മനസ്സ് ശുദ്ധായിരിക്കണം. ശിവഭഗവാനും പാർവതി ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അച്ഛനും അമ്മയും തന്നെയാണ്, പ്രപഞ്ച ശക്തികളാണ് അല്ലെ. ഭഗവാൻ എന്ന് പറഞ്ഞാൽ ശാന്തതയാണ്, നേരെ മറിച്ച് ദേവി എന്ന് പറഞ്ഞാൽ ശക്തിയാണ്. അപ്പൊ രണ്ടും കൂടിയാൽ നമ്മൾ വിചാരിക്കാത്തതിലും ഒരു ഭയങ്കര പവർഫുള്ളാണ് ആ ശക്തിക്ക്. അപ്പോ അങ്ങനെയുള്ള ഒരു ദൈവങ്ങളുടെ അടുത്ത് പോയിട്ട് നമുക്ക് ഏത് നടക്കാത്ത ആഗ്രഹവും നടന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വഴിപാട് കഴിക്കുന്നത്. അപ്പൊ നമ്മള് ഈ കൂവളമാല കഴിക്കാൻ പോണ ദിവസത്തിന് പ്രത്യേകത ഉണ്ട്. തിങ്കളാഴ്ച ദിവസങ്ങളിൽ നമ്മളെ ശിവഭഗവാന് നല്ല പ്രത്യേകതയാണ്. ആ ദിവസങ്ങളിൽ നമ്മൾ പോയിട്ട് വഴിപാട് കഴിക്കാൻ ശ്രമിക്കുക. പ്രദോഷ ദിവസം, അങ്ങനത്തെ ദിവസവും നല്ല ശക്തിയാണ് നമ്മളെ ഭഗവാന്. ശക്തി എന്നും ഇല്ലേന്നാ ചോദിക്കുക, എന്നും ശക്തി ഉണ്ട്, എങ്കിലും ആ ദിവസങ്ങളിൽ പ്രത്യേകത ഉണ്ട് ഭഗവാന്. മനസ്സിലായല്ലോ. അപ്പൊ അന്ന് നമ്മളെ മനസ്സും ശരീരവും ശുദ്ധമാണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ. അപ്പൊ നമ്മളെ വീടും പരിസരവും ഒക്കെ നമ്മൾ നല്ല ശുദ്ധമായിട്ട് വെക്കണം. കാരണം നമ്മളെ വീട്ടിലെ അടിതൊട എല്ലാ കാര്യങ്ങളും, നമ്മളെ വീട്ടിലെ നെഗറ്റീവ് എനർജി തങ്ങി നിൽക്കും മക്കളെ. വീട്ടിലെ അടിയും തൊടയൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ, പണ്ട് നമ്മളെ കാരണന്മാര് പറഞ്ഞിട്ടില്ലേ, അടിച്ചു തളിക്കണം എന്നും. ഇപ്പൊ എവിടേക്കെങ്കിലും പോവുക വെച്ചാൽ അന്നത്തെ ദിവസത്തേക്കുള്ള മുറ്റം അടിച്ചിട്ടിട്ട് വേണം അത്ര അവിടുത്തെ സ്ത്രീ പോകാനായിട്ട്. അപ്പൊ നമ്മൾ ഡെയിലി വീട് അടിച്ചു തുടയ്ക്കണം. ഇനി എന്നും തുടയ്ക്കാത്ത ഒരാളാണെങ്കിൽ പോലും നമ്മൾ ഈ ഭഗവാന്റെ അടുത്തേക്ക് പോണ ദിവസം കല്ലുപ്പ് വെച്ച് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി അതിലെ തൊട്ട്, നിങ്ങൾക്ക് തോന്നും കല്ലുപ്പ് കൊണ്ട് തുടച്ചാൽ ടൈൽസ് ഒട്ടില്ലേ എന്ന്. മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് എന്താ ഈ ചേച്ചി ഇങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ഈ അമ്മ ഇങ്ങനെയൊക്കെ പറയണമെന്ന് വിചാരിക്കും. മക്കളെ ശുദ്ധാക്കാൻ ഇങ്ങനെ നുള്ളിയിട്ടേ കണ്ടോ ഇങ്ങനെ നുള്ളിയിട്ട് ഒരു പിഞ്ച് കല്ലുപ്പ്, ഇങ്ങനെ നുള്ളിയിട്ട് ഒരു പിഞ്ച് മഞ്ഞൾ വേണ്ട വെള്ളത്തില്. പിന്നെ ലിക്വിഡുകളൊക്കെ കലർത്താൻ പാടില്ല അന്നത്തെ ദിവസം മാത്രം. ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ ലിക്വിഡോ എന്തൊക്കെ ചട്ട് തുടച്ചോളൂ, വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. അന്നത്തെ ദിവസം നമ്മൾ വീടും പരിസരവും ഒക്കെ അതേപോലെ മഞ്ഞളും ഉപ്പുള്ള വെള്ളം നമ്മളെ 4 പുറം വീടിന്റെ തളിക്കണം, നമ്മളെ ശുദ്ധാക്കണം നമ്മളെ വീട്. അതുപോലെ തന്നെ നമ്മളെ ശരീരവും നല്ല ശുദ്ധിയോട് കൂടി നമ്മൾ ഈ അമ്പലത്തിൽ പോയിട്ട് വേണം ഈ വഴിപാട് കഴിക്കാനായിട്ട്.
അപ്പൊ നമ്മൾ ഈ കുവളമാല കഴിക്കാൻ പോണത് തിങ്കളാഴ്ച പ്രദോഷ ദിവസം ഒന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ആ ദിവസം തന്നെ നിങ്ങൾ പിൻവിളക്ക് തെളിയിക്കണം അവിടുത്തെ. അങ്ങനെയാകുമ്പോ നമുക്ക് വീട്ടിൽ എന്ത് തടസ്സം ഉണ്ടെങ്കിലും മാറി കിട്ടുന്ന പറയണ. ശിവനും ശക്തിയും കൂടി സംയോജിക്കണ സമയാവും. അവര് രണ്ടുപേരുടെയും കൂടി ശക്തിയാവുമ്പോ നടക്കാത്തതായിട്ട് ഒന്നുമില്ല മക്കളെ. അപ്പൊ നിങ്ങൾ ഇത് വിശ്വസിച്ചേ പറ്റൂ. കാരണം എനിക്ക് അനുഭവം കൊണ്ട് പറയാണ്, ഭഗവാന്റെ കാര്യമില്ലേ, അനുഭവം ഇല്ലാത്തതൊന്നും നമ്മൾ പറയില്ല ആവുമോ. അപ്പോ നല്ല ശക്തിയാണ് ദേവിക്കും ദേവനും കൂടി ആവുമ്പോ. അപ്പൊ ഒരാൾക്ക് മാത്രമായിട്ട് നിങ്ങൾ കഴിച്ചു പോരരുത്. വെറൊരു കുവളമാല കഴിച്ചു നിങ്ങൾ, പിന്നെ ജലധാര ഇതൊക്കെ കഴിച്ചാലും പിൻവിളക്ക് തെളിയിക്കണ പോലെയാവില്ല. വേറെ എന്ത് വഴിപാട് കഴിച്ചിട്ടും പിൻവിളക്ക് തെളിയിക്കുക, കുവളമാല ഭഗവാന് കഴിക്കാതിരുന്നാലും ഫലം കിട്ടില്ല. അപ്പൊ രണ്ടും കൂടി ഒരുമിച്ച് കഴിക്കുക. ഒരു പിൻവിളക്കും കഴിക്കുക, ഒരു കുവളമാലയും കഴിക്കുക. പ്രദോഷ ദിവസം പോയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ തിങ്കളാഴ്ച ദിവസം പോയിട്ട് ചെയ്തോളൂ. അപ്പൊ ഇത് രണ്ടും കൂടി നിങ്ങൾ കഴിക്കണം കേട്ടോ. അപ്പൊ നമ്മൾ ഏത് കഠിന തടസ്സങ്ങളും, പിന്നെ നിങ്ങൾക്ക് അറിയാലോ ഇപ്പൊ മക്കളുടെ വിവാഹങ്ങൾ നടക്കാനായിട്ടൊക്കെ ആൾക്കാരല്ലേ, വിവാഹ തടസ്സങ്ങളും എന്താണോ നിങ്ങളുടെ ആഗ്രഹം, എത്ര കഠിനമായ ആഗ്രഹമാണെങ്കിൽ നിങ്ങൾക്ക് അത് നടന്നു കിട്ടും മക്കളെ. അപ്പൊ നിങ്ങൾ ഇനി ശിവക്ഷേത്രത്തിൽ പോകുമ്പോ ഇങ്ങനെ കഴിക്കണം കേട്ടോ. അപ്പോ നിങ്ങളിത് ഞാൻ പറഞ്ഞു തന്നു, ഇപ്പൊ എല്ലാവർക്കും അറിയായിരിക്കും, എല്ലാരും കഴിക്കണുണ്ടാവും. പക്ഷെ നമ്മൾ ഇത്ര ധാരണ വെച്ചിട്ടൊന്നും അല്ലെ, നമ്മൾ ഇത്ര ശക്തമാണ് ഈ വഴിപാടെന്ന് അറിഞ്ഞുകൊണ്ടാവില്ല പലരും കഴിക്കണം അല്ലെ. അപ്പൊ ഈ വഴിപാടിന്റെ ശക്തി കൂടി അറിഞ്ഞിട്ട് നിങ്ങൾ ഇത് കഴിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഫലം കിട്ടുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് തന്നെ അതിശയാവും. അപ്പൊ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. അമ്മ പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് അറിയാത്തവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്നു വിചാരിക്കുന്നു. അപ്പൊ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിലെ ബെല്ലൈക്കൻ അവനും കൂടി ഒന്ന് അനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അമ്മ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഓം നമഃ ശിവായ എന്ന് എല്ലാവരും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുന്നു അമ്മ വിചാരിക്കുന്നു. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.